ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം താരത്തിന് എന്താണ് കാര്യം? ഇന്ത്യയുടെ ഏകദിന ടീമിൽ 2 മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു പാകിസ്ഥാൻ താരം. പാകിസ്ഥാന്റെ മുൻ താരമായ ബാസിദ് അലിയാണ് 2 മാറ്റങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ശ്രീലങ്കയുടെ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ബാറ്റിംഗ് ലൈനപ്പിൽ തീർച്ചയായും മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ബാസിദ് അലി ചൂണ്ടിക്കാട്ടിയത്. ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ ശുഭ്മൻ ഗിൽ, മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ എന്നിവരെ ടീമിൽ നിന്ന് മാറ്റിയേക്കണമെന്നാണ് അലി പറയുന്നത്. പകരം ഇവരുടെ പകരക്കാരെയും ബാസിദ് അലി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലങ്കയുമായുള്ള 3 ഏകദിനങ്ങളുടെ പരമ്പര 0-2 ഇന്ത്യ കൈവിട്ടത്. ആവേശകരമായ ആദ്യത്തെ മത്സരം ടൈയിൽ കലാശിച്ചപ്പോൾ ശേഷിച്ച 2 കളിയും ഇന്ത്യ തോൽക്കുകയായിരുന്നു. അവസാനത്തെ മത്സരത്തിൽ 110 റൺസിന്റെ കനത്ത പരാജയമാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. 27 വർഷങ്ങൾക്കു ശേഷമാണ് ലങ്കയോട് ഒരു ദ്വിരാഷ്ട്ര പരമ്പര ഇന്ത്യക്ക് കൈവിടേണ്ടതായി വന്നത് എന്നത് കൂടി ഓർക്കണം. 3 മത്സരവും ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുന്നതുമായിരുന്നു. പക്ഷേ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞത് ടീമിന് വിനയായി മാറി. 230 മുതൽ 240 റൺസ് പോലും 3 കളിയിലും ചേസ് ചെയ്യാൻ ഇന്ത്യക്കായില്ല. നായകൻ രോഹിത് ശർമ്മയൊഴികെ മറ്റാരും ബാറ്റിംഗിൽ ക്ലിക്കാവാതിരുന്നതാണ് ഇന്ത്യക്ക് വിനയായത്. മധ്യനിര തികഞ്ഞ പരാജയമായി മാറിയതോടെ ഇന്ത്യ തോൽവിയിലേക്ക് കൂപ്പുകുത്തി വീണു. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് ബാസിദ് അലി വിമർശിച്ചത്. ഗില്ലും ശ്രേയസും മറക്കാനാഗ്രഹിക്കുന്ന പരമ്പര തന്നെയായിരിക്കും ഇത്. ആദ്യ കളിയിൽ 35 ബോളിൽ 16 റൺസാണ് ഗിൽ നേടിയത്. രണ്ടാമത്തെ മത്സരത്തിൽ 35 റൺസെടുത്ത അദ്ദേഹം നിർണായകമായ അവസാന കളിയിൽ 6 റൺസിന് പുറത്തായി. പരമ്പരയിൽ ഗില്ലിന്റെ ആകെ സമ്പാദ്യം 57 റൺസ് മാത്രമായി. ശ്രേയസ് ആവട്ടെ ആദ്യ കളിയിൽ 23 റൺസാണ് നേടിയത്. തുടർന്നുള്ള മത്സരങ്ങളിൽ 7, 8 എന്നിങ്ങനെയായി മാറി. വെറും 38 റൺസോടെയാണ് ശ്രേയസ് പരമ്പര അവസാനിപ്പിച്ചത്. ഗില്ലിനും ശ്രേയസിനും പകരം യശസ്വി ജയ്സ്വാളിനെയും സൂര്യകുമാർ യാദവിനെയും ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തണമെന്നാണ് ബാസിദ് അലി നിർദ്ദേശിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം തയ്യാറായി കഴിഞ്ഞിട്ടില്ലെന്നും ടൂർണമെന്റിന് മുൻപ് 3 കളിയാണ് ഇനി ഇന്ത്യക്ക് ബാക്കിയുള്ളതെന്നും ബാസിദ് അലി ചൂണ്ടിക്കാട്ടുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് ഈ പരമ്പര കാണിച്ചു തന്നു. ശുഭ്മൻ ഗില്ലിനേക്കാൾ മെച്ചപ്പെട്ട താരമാണ് യശസ്വി ജയ്സ്വാൾ. എനിക്കിത് നേരത്തെ അറിയാം, നിങ്ങളും ഇത് അറിയേണ്ടതുണ്ട്. ജയ്സ്വാളിനെ ഏകദിന ടീമിലെടുക്കാതെ വലിയ മണ്ടത്തരമാണ് സെലക്ഷൻ കമ്മിറ്റി കാണിച്ചിരിക്കുന്നത്. സൂര്യകുമാർ യാദവിനെയും അവർ ടീമിലെടുത്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 5-6 മാസങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് 3 ഏകദിനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കേണ്ടി വരുമെന്നും ബാസിദ് അലിയുടെ നിരീക്ഷണമുണ്ട്. ജയ്സ്വാളിന് അടുത്തുപോലും നിൽക്കുന്നയാളല്ല ഗിൽ. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഏകദിനത്തിൽ ശ്രേയസിന് 48 ശരാശരി ഉണ്ടെന്നത് ശരിയാണ്. പക്ഷേ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെക്കാൾ 1000 മടങ്ങ് മെച്ചപ്പെട്ട താരമാണ്. സ്പിൻ സൗഹൃദ പിച്ചുകളിൽ സ്വീപ്പും റിവേഴ്സ് സ്വീപ്പുമെല്ലാം കളിക്കാൻ സാധിക്കുന്നയാളെയാണ് നിങ്ങൾക്ക് ആവശ്യം. ലങ്കയുമായുള്ള പരമ്പരയിൽ സ്പിന്നർമാരെ സൂര്യ അനായാസം കൈകാര്യം ചെയ്യുമായിരുന്നു. ജയ്സ്വാളും സ്പിന്നർമാർക്കെതിരെ നന്നായി കളിക്കുമെന്നും ബാസിദ് അലി കൂട്ടിച്ചേർക്കുന്നുണ്ട്.